ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാക്ടറിൻ്റെ ചെയറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പകുതി വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫസ്റ്റോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് പാർട്ട് ന്യൂ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ പോയിന്റ് റെക്ടാങ്കിൾ, again 3-point rectangle, smart dimension എടുക്കാം. $300, 90, 60 mm length വന്നിട്ട് 250 mm, 250. Distance between these two lines 55 mm, 5 mm angle between these two lines, 95 mm. ഓക്കെ, ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ട് ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോകാം. എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിന് എക്സ്ട്രൂഡിൻ്റെ ലെങ്ത് വന്നിട്ട് 330 mm. അതിന് മുന്നേ സ്കെച്ചിൽ പോവാം. സ്കെച്ച് ഫില്ലേറ്റ് 20 mm, 20 mm ഫില്ലേറ്റ് എല്ലാ കോർണറിലും ചെയ്യാം. ഓക്കെ എടുക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ 330 mm. ഓക്കെ, ഇനി നമുക്ക് അഗൈൻ 3D ഫിലേറ്റ് എടുക്കാം. ഫിലേറ്റിൽ ഫസ്റ്റ് 40 mm ഈ കോർണറും ഈ ഫേസും. ഓക്കെ, അഗൈൻ ഫിലേറ്റ് 20 mm ഈ ഫേസും ഈ ഫേസും. ഓക്കെ, ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്, കർവ് ആയിട്ടുണ്ട്. ഇനി അപ്പിയറൻസിൽ ലെതർ കളർ സെലക്ട് ചെയ്യാം. ലെതർ കളറിന് ശേഷം ഇനി നേരെ ഫീച്ചേഴ്സിൽ പോവാം. ഇൻസേർട്ട് ഫീച്ചേഴ്സ്, ഡോം 20 mm ഡയമീറ്റർ, ഇൻസൈഡ് റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ കൊടുക്കാം. അഗൈൻ ഇൻസേർട്ട് ഫീച്ചേഴ്സ്, ഡോം 30 mm ഡൗൺ സൈഡ് സീറ്റ് റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ കൊടുക്കാം. സീറ്റിൻ്റെ ഒരു കുഴിഞ്ഞ ഭാഗം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് സെൻറ്റർ പോയിന്റ് ഈ പ്ലെയിന് സ്ട്രൈറ്റ് ലൈനായിട്ടൊരു സ്ലോട്ട്. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 200 mm, 200 റേഡിയസ് 30 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോകാം. എക്സ്ട്രൂഡ്, ഓഫ്സെറ്റ് 5 mm, ബ്ലൈൻഡ് 10 mm, 10 mm
30 mm. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സർക്കിൾ, സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ഒരു സർക്കിൾ. സ്മാർട്ട് ഡയമെൻഷൻ 30 mm. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് അപ് ടു നെക്സ്റ്റ്. ഓക്കെ കൊടുക്കാം. ഇതിന് നമുക്ക് മെറ്റൽ കളർ കൊടുക്കാം. മെറ്റൽ, സ്റ്റീൽ, പോളി സ്റ്റീൽ കൊടുക്കാം. ഓക്കെ. നമുക്ക് മിറർ, ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. മിറർ ഇതും ഓക്കെ കൊടുക്കാം. മിറർ ഓക്കെ. മിറർ ചെയ്യാം. മിറർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സ്പ്ലൈൻ സെലക്ട് ചെയ്യാം. ഈ സെൻറ്റർ പോയിന്റ്, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യാം. നമുക്ക് ഹൊറിസോണ്ടൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, മിഡ് പ്ലെയിൻ, എക്സ്ട്രൂഡ് മിഡ് പ്ലെയിൻ ചെയ്യാം. 50 mm തിന്ന് വന്നിട്ട് 1 ഡയറക്ഷൻ മിഡ് പ്ലെയിൻ തിൻ 20 mm. ഓക്കെ കൊടുക്കാം. അത് സെലക്ട് ചെയ്തിട്ട് മെറ്റൽ കളർ ചെയ്യാം. സ്റ്റീൽ, പോളി സ്റ്റീൽ. ഇനി നമുക്ക് അതിൻ്റെ അടിയിലുള്ള സീറ്റിൻ്റെ ഫിക്സ്ഡ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഇനി നമുക്ക് അഗൈൻ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, കോർണർ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. കോർണർ റെക്റ്റാങ്കിൾ, എടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ 120 mm. ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ 30 mm. Again 30 mm. ഓക്കെ കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ ഫീച്ചേഴ്സിൽ പോവാ. എക്സ്ട്രൂഡ്, മിഡ് പ്ലെയിൻ അതിന് മുന്നേ നമുക്ക് ചാംഫർ, സ്കെച്ച് ചാംഫർ 80 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ 60 mm. ഓക്കെ കൊടുക്കാം. ആ പ്ലെയിന് നമുക്ക് മെറ്റൽ തന്നെ, സ്റ്റീൽ ബ്രഷ്, സ്റ്റീൽ ഭാഗമാണ് അവിടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് അത് സ്റ്റീൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലായിട്ട് 10 mm ഈ ഹാൻഡ് ഫേസിൻ്റെ സൈഡിൽ. ഓക്കെ ഫില്ലായിട്ട് 10 mm വൺ സൈഡ്
ഓക്കെ again fill it 10 mm. ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രാക്ടറിൻ്റെ സീറ്റ്.